ബാബു. ഓ സാർ. സാർ ഇത് ശരിയാവൂല ബാബു. ഈ സ്പൂൺ എന്താണ് സാർ കുഴപ്പം? സ്പൂണിലല്ലടോ. ഇവിടെ 10-20 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം പാർലർ സ്റ്റാർട്ട് ചെയ്തത്. അയ്യോ അതെനിക്കറിയാം. എന്നിട്ട് ബിസിനസ് ഉണ്ടോ? കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ? കസ്റ്റമേഴ്സ് പൊതുവെ കുറവാണ് സാർ. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ കഴിവ് കേട്. ഒരു കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കണം ബാബു. കാരണം ഇവിടെ വരുന്നത് കോളേജ് പിള്ളേഴ്സാണ്. വെൽക്കം. പോയി അറ്റൻഡ്. സാർ ഡീൽ ചെയ്യുന്ന സാറൊന്ന് പഠിപ്പിച്ചതാ, ഞാൻ കാണട്ടെ. എന്റെ ബാബു, ഞാൻ ഡീൽ ചെയ്യാം. വെൽക്കം സാർ. ഇന്ത്യയിലെ എല്ലാവിധ ഐസ്ക്രീംസും ഇവിടെയുണ്ട്. ഏതാണ്? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്ത് പറ്റി? വേറൊന്നല്ല, എന്റെ 100 രൂപയേ ഉള്ളൂ. ഇഷ്ടമില്ല ലൈൻ വീണ് വന്നാണ്. പാൻ്റെ ഒക്കെ വേറെ ആടെയാണ്. 100 രൂപയേ ഉള്ളൂ. അപ്പം അതിനകത്ത് പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പറയാവൂ. 100 രൂപ ഐസ്ക്രീം കഴിക്കാനായിട്ട് കാമുകിയായിട്ട് വന്നേക്കാം. നിനക്ക് പോയി ചത്തൂടാ. നിങ്ങളുടെ ഒരുപാട് സാധനം ഉണ്ടെന്ന് പറയാം. അവൾ ഒത്തിരി ഓർഡർ ചെയ്യാം. അവൾ ഐസ്ക്രീം കൊതിക്കുക. ശരി 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 ഓക്കെ, ആക്ഷേപിക്കല്ലേ. എവിടെ അവൻ വെറും എച്ചിയാണ്, എച്ചിക്കുട്ടപ്പൻ. 100 രൂപയായിട്ടോ കിട്ടില്ല. ഓക്കെ ഓക്കെ, 100 രൂപ പറ്റിയ എന്തെങ്കിലും ഐസ്ക്രീം എടുത്ത് കൊടുക്കാൻ. എന്തൊരു കഷ്ടമാണ്. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്താ പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരുന്നത്? സർപ്രൈസ് ഉണ്ട്, വരും. ആണോ? താങ്ക് യു. അത് വരൂ. അതായത് മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. 2000 രൂപയുണ്ട്. 2000 രൂപ. ഓക്കെ. ഞാൻ നിങ്ങളുടെ ഈ പാർലർ, ഐസ്ക്രീം പാർലർ ഇനി എടുക്കുക. 2000 രൂപക്ക് എന്റെ ഐസ്ക്രീം 20 ലക്ഷം രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്ന എന്റെ ഐസ്ക്രീം പാർലർ 2000 കുലുക്ക് എടുക്കണം. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ എൻഗേജ്മെന്റ് ഞാൻ ഇവിടെ വെച്ച് നടത്താൻ പോവാം. ആണോ? അപ്പൊ അവൾ ഇവിടെ വരുമ്പോ, അവൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നമ്മൾ ഐസ്ക്രീം കൊടുക്കണം. ഐസ്ക്രീം കൊടുക്കാമല്ലോ, അതൊന്നും നമുക്ക് വിഷയമല്ല സാർ. അത് കൂടാതെ ഞാനൊരു കേക്ക് നിങ്ങൾ ഇവിടെ എന്റെ കയ്യിൽ തരും. ആ കേക്കിനകത്ത് നിന്ന് ഞാൻ അവളെ കേക്ക് മുറിച്ച് കഴിയുമ്പോൾ ആ കേക്കിനകത്ത് ഒരു മോതിരം കിട്ടും. ആ കേക്കിനകത്ത് ഒരു മോതിരം കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് അവൾക്ക് കൊടുക്കും. മൊത്തം സർപ്രൈസ് ആയിരിക്കണം. സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഈ 2000 രൂപ തന്നേക്കുന്നത്. അതെ. പക്ഷെ സാറിന്റെ ഐഡിയ പൊളിഞ്ഞു പോയി. കാരണം മോതിരം വെച്ച കേക്ക് നമ്മുടെ ഷോപ്പിൽ ഇല്ല സാർ. നമ്മുടെ ഷോപ്പിൽ നിന്നല്ല, ലോകത്തിൽ ഒരിടത്തും ഇല്ല. അതുകൊണ്ട് തന്നെ സാറിന്റെ ഐഡിയ ഇവിടെ വട്ടം പൊളിഞ്ഞു പോയി. അതല്ലെന്ന്, ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, മോതിരം വെച്ച കേക്ക് സാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ തരണ കേക്ക് ഉണ്ടല്ലോ, കറക്റ്റ് മുറിച്ച് അവക്ക് മോതിരമുള്ള കേക്ക് അവക്ക് കൊടുക്കണം. ഓക്കെ. മോതിരമില്ലാത്ത കേക്ക് എന്റെ കയ്യിൽ തന്നെ, എന്റെ പീസ്. എങ്ങനെയാണ് അവളിങ്ങനെ ഈ കേക്ക് ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ നേരത്ത് അതിനകത്തൊരു മോതിരം സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് വില്യു മാരിയമ്മി എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കുമ്പോ അവൾ അത്ഭുതപ്പെടുന്നു. പിന്നെ ആ മോതിര കൈ മാറുന്ന സമയത്ത് 2 മാലാഖമാര് വരും. പൊളിഞ്ഞ് അതാ മാലാഖമാരും ഞാനും ഇവനും കൂടി ഇത്രയും വലിയ മീശയൊക്കെ വെച്ചിട്ട് മാലാഖമാരായിട്ട് വന്ന ഇത് സംഭവം പൊളിഞ്ഞില്ലേ? എന്റെ ചങ്ങാതി അതല്ല പറഞ്ഞേ, നിങ്ങളല്ല, എന്റെ ഇന്റിമേറ്റ് സുഹൃത്ത് ഉണ്ണി അവിടെ 2 അപ്സരസുകളെ വെല്ലുന്ന രീതിയിലുള്ള സുന്ദരിമാരെ, കൊറിയൻ സുന്ദരിമാരെ ഇറക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. മാലാഖമാരായിട്ട്. അപ്പൊ ഈ മാലാഖമാർ ഇവിടെ വന്നിട്ട് ഞാൻ ഈ മോതിരം കൈമാറുന്ന സമയത്ത് അവരിങ്ങനെ ചിറക് വീശി നിൽക്കുക. ഈ ചിറക് വീശി നിൽക്കുന്ന സമയത്ത് ഷാരൂഖ് ഖാനെ വെല്ലുന്ന സൗന്ദര്യത്തിൽ വേറൊരാൾ വയലിൻ വായിക്കും. അത് പൊളിഞ്ഞ്. എനിക്ക് വയലിൻ വായിക്കാൻ അറിയില്ല. അവിടെ പൊളിഞ്ഞ്, സാധനം പൊളിഞ്ഞ്, വട്ടം പൊളിഞ്ഞ്. ഞാൻ മുതലാളിക്ക് പേപ്പർ പോലും വായിക്കാൻ അറിയാമല്ലോ, പിന്നെയാണ് വയലിൻ വായിക്കാൻ പോകുന്നത്. എന്റെ ചങ്ങാതി അതല്ലാന്ന്, ഞാൻ അവിടെ ഡൽഹിയിൽ നിന്ന് ആളെ ഇറക്കുന്നു. ഡൽഹിയിൽ നിന്നാണ് ഇയാളും വരുന്നത് വയലിൻ വായിക്കാൻ. ഓക്കെ. ഈ സംഭവത്തിന് നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാൽ മതി. അതൊക്കെ ഞങ്ങൾ നിൽക്കാം. അതിനാണ് ഞങ്ങൾക്ക് 2000 ഓക്കെ. അപ്പൊ പിന്നെ അവള് വരാൻ സമയമായി. ഞാൻ ആ മാലാഖമാരൊക്കെ റെഡി ആയെന്ന് ഞാൻ ഉണ്ണിയോടൊന്ന് വിളിച്ചു, എടുത്ത് പിടിച്ച്. അത് കേക്ക് അവിടെ കൊണ്ട് വെച്ചേക്കാം. എടാ ഉണ്ണി, എടാ അവളിപ്പോ വരും. നീ റഷ്യന്ന് ഇറക്കിയ മാലാഖമാര് വരുമെന്ന് പറഞ്ഞിട്ട് വന്നാ? മറ്റേ വയലും വായിക്കണവനോ പറയണ്ട. ഓക്കെ. ഇനി കുഴപ്പമില്ല. അല്ല ഞാൻ ഓക്കെ ആയിക്കോളാം. അപ്പൊ ഓക്കെ. റഷ്യൻ സുന്ദരിമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് കാണണം. എന്റെ മാലാഖമാരായിട്ട് വരുന്ന റഷ്യൻ സുന്ദരി ആരൊക്കെ ഇവിടെ വന്നിട്ട് സാറേ?
ഇതന്നെ ഗവൺമെന്റ് ആശുപത്രിയിലെ സിസ്റ്റർമാർക്കാണ് എവിടെ കാര്യം? അയ്യോ മാലാക ഡൽഹിയിൽ നിന്ന് ഇറക്കി റഷ്യന്ന് കൊണ്ടുവന്ന അപ്സരസുകളായ മാലാകമാരാണ് നിങ്ങൾ. എന്റെ ദൈവമേ. അല്ല എടാ ഉണ്ണി, നീ അല്ലടാ പറഞ്ഞ ഡൽഹിയിൽ നിന്ന് വന്ന റഷ്യന്ന് കൊണ്ടുവന്ന മാലാകമാരാന്ന്? അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, പേയ്മെന്റ് ആയിട്ട് ഒത്തില്ലാന്നോ? ഒരു സെക്കൻഡ്, നിങ്ങൾ ഉണ്ണിയുടെ ആരാന്ന് പറഞ്ഞേ? ഞാൻ ചിറ്റമ്മ. ഞാൻ മേമ. മേമയോ? എടാ മേമേനെ ചിറ്റമ്മേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്സരസ് പോലത്തെ മാലാകമാരായിട്ട് ഇറക്കിയേക്കണേ നീ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ, ഞാൻ പൈസ തരാം, ഞാൻ ശരിയാക്കി തരാം. ഇതാരാ? നീയാണോ വയലിൻ? അപ്പൊ വയലിൻ ആര് വായിക്കും? ഞാൻ വായിക്കും. നീ തന്നെ വായിക്കോ? അയ്യോ അതല്ല, ഞാൻ വയലിൻ വായിക്കുന്നു. മനസ്സിലായ? ഡൽഹിയിൽ നിന്ന് ഇറക്കിയ ഷാരൂഖ് ഖാന്റെ സൗന്ദര്യത്തെ വെല്ലുന്ന വയലിനിസ്റ്റാണ് ഈ കാണുന്നത്. എവിടെ? ഡൽഹിയിൽ നിന്ന് ഇറക്കിയതാണോ നിന്നെ? ഉണ്ണി, അതെ. എന്റെ ദൈവമേ, ഈ പരിപാടി വട്ടം പൊളഞ്ഞു. എന്ത് ചെയ്യും? എന്റെ കല്യാണം മുടങ്ങുമോ? എന്തായാലും ഉള്ള സെറ്റപ്പിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാറേ. നമുക്ക് കിട്ടുന്ന ഒരു വർക്കല്ലേ, നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇവർക്ക് ഒരു ട്രയൽ വേണമെങ്കിൽ കൊടുക്കാം. ട്രയൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവരെല്ലാരും കുളവാക്കും. ഇല്ലെങ്കിൽ തന്നെ കുളവാക്കിയേക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്റെ കാമുകിയായിട്ട് തൽക്കാലം ഇപ്പൊ നിങ്ങൾ നിൽക്കേ. ഞാനോ? നിക്ക്. ഈ കപ്പട മീശിപ്പിച്ചിട്ട് ഞാൻ കാമുക്കിയോ? എന്റെ പൊന്നു ചങ്ങാതി, കപ്പള മീശായിട്ട് ഇയാൾ എന്നെ കല്യാണം കഴിച്ചിട്ട് ആദ്യരാത്രി കൂടാൻ പോകുന്നല്ലോ. അല്ല, ഇവർക്ക് ടൈമിങ്ങിന് വേണ്ടിട്ട് ഇയാൾ നിന്ന് തന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ എവിടെ ഇരിക്കണം? ഞാനപ്പുറം നിക്കാം. ഞാൻ ഇവിടെ ഇവിടെ അതെ. ഞാനിവിടെ ഇരിക്കാം. ഞാനവിടെ നിക്കണം. നീ ഇങ്ങോട്ട് മാറി നിൽക്കരുത്, ഇവിടെ എന്റെ നിൽക്ക്. പുറകെ നിക്കടാ. സാർ ഇവിടെ ഇരിക്കും. അതായത് കാമുകി അപ്പൊ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. സാർ ഇവിടെ ഇരിക്കണം, കാമുകി ഇവിടെ ഇരിക്കണം. ആ കേക്ക് സാർ കൊണ്ടുവന്ന കേക്ക്. ആകെ ടെൻഷൻ ആയില്ലോ. ആദ്യമായിട്ട് കല്യാണം കഴിക്കണ്ടേന്ന് തോന്നുന്നു. ടെൻഷൻ ഒന്നും. പിന്നെ സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടോ? ഇതാണ് മോതിരം. ഏത് മോതിരം? ഇത് കണ്ട, ഇത് മോതിരം ഇരിക്കണ്ട. ഓ, മോതിരത്തിനകത്ത് താത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ മോതിരമാണ് നമ്മൾ മോതിരം വേണം അവക്കടെ മുമ്പിൽ കൊണ്ടു വെക്കാൻ. അപ്പൊ ഇവള് പരതിയിട്ട് എടുക്കണം. നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഓക്കെയാണ്. ഓക്കെ, ഇവിടെ വെച്ചോ. ഇപ്പൊ കാമുകി വന്നു. എന്റെ പൊന്നെ, ഇവിടെ വന്ന് നോക്കി നിക്കല്ലേ നിങ്ങൾ, മാലാകമാരല്ലേ? ട്രെയിൻ പോവല്ലേ? ഓക്കെ, ഇരിക്കട്ടെ. അയ്യോ, ഒരു മോതിരം. ഇതെവിടെ നിന്നാണ്? കാമുകി ഇതോ? ഞാൻ നിന്നെ അത് ഞാനൊരു സർപ്രൈസ് ആയിട്ട് തരാൻ നോക്കിയതാണ്. അതല്ലേ? അതെ. ഓക്കെ. വിൽ യു മാരി മീ? പൊളിച്ച് അടിപൊളി. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണം, റീക്രിയേറ്റ് ചെയ്യണം ഈ സാധനം. ഇതേപോലെ തന്നെ നല്ല ടൈമിംഗ് ആയിരിക്കണം. ഇപ്പൊ കറക്റ്റാ. ഇതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് നൈറ്റിന് വരെ നിങ്ങളെ ഞാൻ വിളിക്കും. ഒരു പെൺകുട്ടി വരുന്നുണ്ട്, ആ കുട്ടിയാണെന്ന് തോന്നി. അങ്ങോട്ട് പോ, ഞാൻ വിളിക്കുമ്പോ മതി. വെൽക്കം മാഡം, വെൽക്കം. ജൂലി, വന്നിട്ട് കൊറേ സമയമായോ? ഞാൻ വന്നിട്ട് ഒരുപാട് പേരായി. ഞങ്ങൾ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നൂടെ. ഒരു കാര്യം സെറ്റ് ചെയ്യല്ല, കാര്യം സെറ്റ് ചെയ്യില്ല. ഇവരിവിടെ ഒരുപാട് ഇന്ത്യയിൽ കണ്ടതിൽ പറ്റിയ ഏറ്റവും നല്ല ബേക്കറിയാണിത്. അവിടെ എല്ലാവിധ കേക്കുകളുണ്ട്, എല്ലാവിധ ഐസ്ക്രീമും കിട്ടുന്ന സ്ഥലമാണിത്. പക്ഷെ എനിക്ക് എന്തോ ടോണി ഈ റെസ്റ്റോറന്റ് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ. അറിയുള്ളൂ. നിങ്ങൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്താണ്? എല്ലാം മാഡം ഇല്ലെങ്കിൽ സംഗതി എല്ലാം വട്ടം പൊളി. മാഡം എക്സ്ക്യൂസ് മീ മാഡം, എന്താണ് വേണ്ടത്? ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഉണ്ട്. ഏത് ഫ്ലേവർ ആണ് വേണ്ടത്? ഏത് ഫ്ലേവർ ഉണ്ട്? ചോക്ലേറ്റ് ഉണ്ട്, വാനിലയുണ്ട്, വാനിലയുണ്ട്, പിസ്തയുണ്ട്. എന്ത് വേണം? ഏതാണ്? എനിക്ക് ചോക്ലേറ്റിനകത്ത് പിസ്ത ഇട്ടിട്ട് വാനിലയും സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലേവർ. അത് വെറൈറ്റി ആയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ പീസും കേക്ക് കഴിച്ചാലും. കേക്ക് എനിക്ക് കേക്ക് ഇഷ്ടമല്ല. സംഗതി പൊളിഞ്ഞു പോയി. ഈ കേക്ക് ഇങ്ങനെ വെട്ടി പൊളിഞ്ഞു വെച്ചിട്ടാണല്ലോ നമ്മള് ഓരോ പീസ് എടുത്ത് തിന്നെ. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഞാനൊന്നും പറഞ്ഞു പൊളിഞ്ഞു പോയില്ലേ, നമ്മൾ കഴിപ്പിച്ചെടുക്കണം. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മള് ഐസ്ക്രീമിനേക്കാളും നല്ല പഞ്ചുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ കേക്കാ. നമുക്ക് കേക്ക് ഓരോന്നിടത്താണ് കീച്ചിയച്ചങ്ങ് വെച്ചാലോ.
ഇനിയിപ്പോ ടോണിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു പീസ് കേക്ക് കഴിക്കാം. അതാണ് ഏ? ആര്? എന്താ ഏ? എന്താ ടോണി? ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും സംഭവിച്ചേനെ. കേക്ക് എടുത്ത് കൊടുക്കാൻ ടോണിയുടെ നിർബന്ധമായിട്ട് മാത്രാട്ടോ എനിക്ക് ഇഷ്ടമല്ല കേക്ക്. വളരെ വെറൈറ്റി ആണ് മേഡം. ഓക്കെ കഴിക്കേ കഴിക്കട്ടെ. ആ ചെറിയ എടുത്ത ഫീഡിടാൻ പോണോ? അങ്ങനെയല്ല, അതിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാ ഫ്ലവേഴ്സിലുള്ള ഈ സംഭവം ഇതിനകത്തുണ്ട്. ഫ്രൂട്ട്സ് ഇതിലോ? അതിനകത്തുണ്ട്. ആ ഫ്രൂട്ട്സ് ഓരോന്നെടുത്ത് തിന്ന് ലാസ്റ്റാണ് കേക്ക് കഴിക്കാൻ പോകുന്നത്. അതാണ് ഇവിടുത്തെ കേക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ കേക്കിലോ? അതന്നെ, ഈ കേക്കില്. ഞാൻ നോക്കട്ടെ. നോക്ക്, വിരകി നോക്ക്. ടോണി, ഇതിനകത്തൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല, നന്നായിട്ട് കിട്ടേണ്ടതാണല്ലോ. കുത്തി മറിച്ച് നോക്ക്. കുത്തി അങ്ങ് മറിച്ച് നോക്ക്. കുത്തി മറിക്ക്. ആ കിട്ടി. അതാ ഞാൻ പറഞ്ഞ കിട്ടും. ദേ ടോണി ഒരു ചെറി. ചെറിയായിരുന്നോ? ആ, ഈ ചെറിയുടെ സമയത്ത് ആരുടെ വയലും വായിക്കണം. എന്താ ടോണി ഇവിടെ നടക്കുന്നേ? ഇവിടെ നടക്കുന്നത് പാറ്റ നടപ്പുണ്ട്, പല്ലി നടക്കുന്നുണ്ട്, ഓന്ത് നടപ്പുണ്ട്. നമ്മ അതൊന്നും ശ്രദ്ധിക്കണ്ട. മോള് ഇപ്പൊ ഇത് കഴിക്കുക. ഞാനിപ്പോ ഇനി നോക്കണോ? ഇനി നോക്കണം. ഇതിനകത്ത് ഇനി ഉണ്ടെന്നാണോ? ഇനി ഉണ്ട് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കിട്ടി ടോണി. എനിക്കറിയാം സാധനം കിട്ടുന്നത്. സക്സസ് 10 രൂപ കൂടുതൽ ടോണി ഇപ്പൊ കിട്ടിയത് അണ്ടിപ്പരിപ്പായിരുന്നു. അണ്ടിപ്പരിപ്പിനകത്ത് ആരെങ്കിലും വൈദ്യം വായിക്കണോ? കേറി പോണോ? ടോണി പറയാൻ ഇനി എന്ത് എവിടെയാണോ ഞാൻ ഇനി നീ അതെടുത്ത് പടയം വെച്ചോ. പിന്നെ എവിടെ പോയി മോതിരം? അതിന്റെ അകത്ത് തന്നെ ഉണ്ടെന്ന്. ഇതിന് അടുക്കള വശം കാട്ടുപന്നി വന്ന് കുത്തി മറിച്ചിട്ട് അങ്ങനെ ടോണി അല്ലേ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഫ്രൂട്ട്സ് ഉണ്ടെന്ന്? ഞാനൊന്നും കാണുന്നില്ല. ഇല്ല, ഫ്രൂട്ട്സ് തന്നെ അതിനകത്ത് കാണാൻ വഴിയുണ്ടല്ലോ. എവിടെ ടോണി നോക്കി? നമുക്ക് ഈ ഐസ്ക്രീം ഇട്ടിട്ട് നേർമപ്പെടുത്തിട്ട് ഒന്ന് കുഴച്ചു നോക്കിയാലോ? ടോണി നോക്കിക്കേ ഇതിനകത്തുണ്ടോന്ന്. എന്ത് പറ്റിയെന്നറിയില്ല. ഞാൻ എനിക്ക് ഭയങ്കര ഇതിനകത്തൊന്നും ഇല്ല. Oh my God. ഇതെനിക്കാണോ? ഇതെനിക്കാണോ? നിനക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? റിയലി ഇതാണോ സർപ്രൈസ്? അതെ. Will you marry me? Come on, boss. Thank you. ഊരടി എടി മോതിരം ഊരാൻ. ഇതേ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കള്ളനോട്ട് അടിക്കുന്ന അപ്പന്റെ അടുത്ത് കാശ് കൊടുത്ത് മേടിച്ച സാധനം. എന്താ ടോണി കാണിക്കുന്നേ? ഞങ്ങളുടെ മോതിരം ഇവിടെ താടോ. എന്താ ടോണി കാണിച്ചത്? Will you marry me? വല്ലോന്റെ കയ്യിലിട്ടേക്കുന്ന മോതിരം ഊരി എന്റെ കയ്യിലിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ടോണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ടോണി കാശ് കൊടുത്ത് സ്വന്തമായിട്ട് മോതിരം മേടിക്കണം. എന്നിട്ട് അതെന്റെ വിരലിട്ട് തരണം. അല്ലാതെ വല്ലവനും ഇട്ട മോതിരം അല്ല എനിക്ക് കൊണ്ട് തരേണ്ടത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് ജോലി.